വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്ന ടോപ്പിക് കൊഹനൈസൻസ് ഓഫ് ഒഫൻസ് ബൈ മജിസ്ട്രേറ്റ് ആണ്. ആദ്യമേ നമുക്ക് നോക്കാം ഈ ടേക്കൻ കൊഹനൈസൻസ് ആ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നരസിംഹദാസ് താപ്പടിയ വേഴ്സസ് ഗോവർദ്ധൻ ദാസ് പാർത്താനി ആൻഡ് ANR 2000 ഈ കേസിൽ സുപ്രീം കോടതി ഹെൽഡ് ചെയ്തത് ഇങ്ങനെയാണ്. ഒരു കേസിനെ പറ്റി ഒരു കംപ്ലൈന്റ് ലഭിച്ചു കഴിയുമ്പോൾ ആ കേസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒഫൻഡറിനെതിരെ ജുഡീഷ്യൽ പ്രൊസീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കോർട്ട് എടുക്കുന്ന ആക്ഷനെയാണ് ടേക്കിംഗ് കൊഹനൈസൻസ് എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നാണ് സുപ്രീം കോർട്ട് ഈ നരസിംഹദാസ് താപ്പടിയ എന്ന് പറഞ്ഞ കേസിൽ ഹെൽഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഒരു കംപ്ലൈന്റ് കോർട്ടിന് കിട്ടിക്കഴിയുമ്പോൾ ആ കംപ്ലൈന്റിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒഫൻഡർക്കെതിരെ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കോർട്ട് എടുക്കുന്ന ആക്ഷനെയാണ് ടേക്കിംഗ് കൊഹനൈസൻസ് എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് എപ്പോഴാണ് ഒരു മജിസ്ട്രേറ്റിന് ക്രൈമിനെ പറ്റി അവെയറായി അതിലൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു മജിസ്ട്രേറ്റിന് ഒരു അഫൻസിൽ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നത്, അങ്ങനെ ആക്ഷൻ എടുത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒരു പോലീസ് ഓഫീസർ ഒരു ഒഫൻസിനെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുക്കും, ജൂറിസ്ഡിക്ഷൻ ഉള്ള മജിസ്ട്രേറ്റിന് കൊടുക്കും. ഈ ഫൈനൽ റിപ്പോർട്ടിന്റെ ബേസിസിലാണ് നമ്മുടെ മജിസ്ട്രേറ്റ് കൊഹനൈസൻസ് ഓഫ് ദ ഒഫൻസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫൈനൽ റിപ്പോർട്ടിന്റെ ബേസിസിലാണ് അക്യൂസ്ഡിനെതിരായിട്ട് ഈ കേസ് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ട്രയൽ എന്ന് പറയുന്നത് ഒരു ഒഫൻസിന്റെ കൊഹനൈസൻസ് എടുക്കുക എന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ട്രയൽ എന്താണ്? ഒരു ഒഫൻസിന്റെ കൊഹനൈസൻസ് എടുക്കുക എന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് വിച്ച് കോർട്ട് ക്യാൻ ടേക്ക് കൊഹനൈസൻസ് ഓഫ് ഒഫൻസസ്. കൊഹനൈസൻസ് ഓഫ് ഒഫൻസസ് എടുക്കാൻ പറ്റുന്ന കോർട്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ 210 സബ്സെക്ഷൻ 1 സംഹിത പ്രകാരം മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിന് കൊഹനൈസൻസ് ഓഫ് ഒഫൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെക്ഷൻ 210 സബ്സെക്ഷൻ 2 ഓഫ് സംഹിത പ്രകാരം നമ്മുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിന് ഒരു ഒഫൻസിൽ കൊഹനൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഒഫൻസിൽ കൊഹനൈസൻസ് ടേക്ക് ചെയ്യുമ്പോൾ ആ ഒഫൻസ് ട്രൈ ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുമുള്ള ജൂറിസ്ഡിക്ഷൻ ഈ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിന് ഉണ്ടായിരിക്കണം. പിന്നെ സെക്ഷൻ 213 ഓഫ് ദ സംഹിത പ്രകാരം മജിസ്ട്രേറ്റ് കോർട്ട് ഓഫ് സെക്ഷന് കമ്മിറ്റ് ചെയ്യാത്ത ഒരു കേസിൽ കോർട്ട് ഓഫ് സെക്ഷന് ഡയറക്ട്ലി കൊഹനൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ കോർട്ട് ഓഫ് സെക്ഷന് ഡയറക്ട്ലി കൊഹനൈസൻസ് ഒരു ഒഫൻസിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഈ കോഡിന്റെ പ്രൊവിഷൻസ് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ കോർട്ട് ഓഫ് സെക്ഷനെ അതിനെ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോർട്ട് ഓഫ് സെക്ഷന് ഒരു ഒഫൻസിൽ ഡയറക്ട്ലി കൊഹനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. കോർട്ട് ഓഫ് സെക്ഷന് മജിസ്ട്രേറ്റ് കമ്മിറ്റ് ചെയ്യാത്ത ഒരു കേസിൽ ഡയറക്ട്ലി കൊഹനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ ഏതെങ്കിലും ഒരു നിയമം കോർട്ട് ഓഫ് സെക്ഷന് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ കോർട്ട് ഓഫ് സെക്ഷന് ആ ഒഫൻസിൽ ഡയറക്ട്ലി കൊഹനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. സെക്ഷൻ 222 ഓഫ് സബ്സെക്ഷൻ 2 ഓഫ് സംഹിത പറയുന്ന ഒരു സെക്ഷൻസ് കോർട്ടിന് ഡയറക്ട്ലി കൊഹനൈസൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഡിഫാമേഷൻ കേസസ്. ആർക്കൊക്കെ എതിരായിട്ടുള്ള ഡിഫാമേഷൻ കേസസ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ യൂണിയൻ ടെറിട്ടറി, മിനിസ്റ്റർ ഓഫ് യൂണിയൻ, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ എനി പബ്ലിക് സെർവന്റ് ഡൂയിങ് ദെയർ ഒഫീഷ്യൽ ഡ്യൂട്ടി. ഇത്രയും ആൾക്കാർക്കെതിരെ ഡിഫാമേഷൻ കേസസ് വരികയാണെങ്കിൽ നമ്മുടെ സെക്ഷൻസ് കോർട്ടിന് ഡയറക്ട്ലി ആ കേസിൽ കൊഹനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഡയറക്ട്ലി കൊഹനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ഒഫൻസ് അലഗ് ചെയ്ത ആ ഡേറ്റിൽ നിന്നും 6 ആഴ്ചക്കുള്ളിൽ ഒരു റിട്ടൺ കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു
കേസിന് വേണ്ടി ഒരു റിട്ടൺ കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ മാത്രമേ സെക്ഷൻസ് കോർട്ടിന് ഡയറക്ട്ലി കോഗ്നിസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത്രേ പറയുന്നുള്ളൂ. നോർമലി മജിസ്ട്രേറ്റ് നമ്മുടെ കോർട്ട് ഓഫ് സെക്ഷന് കമ്മിറ്റ് ചെയ്യുന്ന കേസിൽ ഡയറക്ട്ലി കോഗ്നിസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പക്ഷേ സെക്ഷൻ 222 സബ്സെക്ഷൻ 2 ഓഫ് സംഹിത പ്രകാരം സെക്ഷൻസ് കോർട്ടിന് ഡിഫാമേഷൻ കേസസിൽ കോഗ്നിസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. 2 കണ്ടീഷൻ ഉണ്ട്. ഈ ഒഫൻസ് അലഗ് ചെയ്ത 6 ആഴ്ചക്കുള്ളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇങ്ങനെ ഒരു ഡിഫാമേഷൻ കേസിൽ ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെക്ഷൻസ് കോർട്ടിന് ആ കേസ് ഡയറക്ട്ലി എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് വെൻ ക്യാൻ എ മജിസ്ട്രേറ്റ് ടേക്ക് കോഗ്നിസൻസ് ഓഫ് ദ ഒഫൻസ് ആണ്. ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 210 subsection 1 of the Sanhita, a magistrate may take cognizance of any offence under the following circumstances ആണ്. ഒരു മജിസ്ട്രേറ്റിന് എപ്പോഴാണ് ഒരു ഒഫൻസിൽ കൊഗ്നൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് സെക്ഷൻ 210 സബ്സെക്ഷൻ 1 ഓഫ് സംഹിത പറയുന്നത്. ഒരു പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ ബേസിൽ ഒരു മജിസ്ട്രേറ്റിന് കൊഗ്നൈസൻസ് ഓഫ് ഒഫൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു പോലീസ് റിപ്പോർട്ടിന്റെ ബേസിസിലും സാധിക്കും. അതുപോലെ തന്നെ പോലീസ് ഓഫീസർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു നോളജ് കിട്ടിയെങ്കിൽ ദാറ്റ് മീൻസ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജ് കിട്ടിയാൽ നമ്മുടെ മജിസ്ട്രേറ്റിന് ആ ഒഫൻസിൽ കൊഗ്നൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ്? പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ ബേസിൽ, പോലീസ് റിപ്പോർട്ടിന്റെ ബേസിൽ, ഇൻഫോർമേഷൻ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ അതർ ദാൻ എ പോലീസ് ഓഫീസർ. ഇത്രയത്തിന്റെ ബേസിൽ മജിസ്ട്രേറ്റിന് ഒരു ഒഫൻസിൽ കൊഗ്നൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. By virtue of section 506 subclause E of Sanhita, if a magistrate by mistake but in good faith take up a case, even though he is legally allowed to, his proceeding will be considered just an irregularity and the proceeding won't be cancelled or thrown out just because he wasn't empowered to take it. സെക്ഷൻ 506 സബ്ക്ലോസ് ഇ പറയുന്ന ഇതാണ്. ഒരു മജിസ്ട്രേറ്റ് മിസ്റ്റേക്കൻലി ഒരു ഗുഡ് ഫെയ്ത്തോട് കൂടി മിസ്റ്റേക്കൻലി തനിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത ഒരു കേസ് ടേക്ക് ചെയ്തു, ഒരു കംപ്ലൈന്റിന്റെ ബേസിലോ ഒരു പോലീസ് റിപ്പോർട്ടിന്റെ ബേസിലോ. ഇങ്ങനെ ഒരു കേസിൽ അദ്ദേഹത്തിന്റെ പ്രൊസീഡിങ് ഒരു ഇറഗുലാരിറ്റി ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രൊസീഡിങ് ക്യാൻസൽ ചെയ്യോ ത്രോ ഔട്ട് ചെയ്യോ ചെയ്യത്തില്ല. ഇത്രയേ പറയുന്നുള്ളൂ. ഒരു മജിസ്ട്രേറ്റ് ഗുഡ് ഫെയ്ത്തിൽ മിസ്റ്റേക്കിംഗിൽ ഒരു കേസ് എടുത്തു, അദ്ദേഹത്തിന് ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത ഒരു കേസ് എടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അലൗഡ് അല്ലാത്ത ഒരു കേസ് എടുത്തു, ഒരു കംപ്ലൈന്റിന്റെയോ ഒരു പോലീസ് റിപ്പോർട്ടിന്റെയോ ബേസിസിൽ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എംപവേർഡ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊസീഡിങ് ക്യാൻസൽഡ് ചെയ്യുവോ ത്രോ ഔട്ട് ചെയ്യുവോ ചെയ്യത്തില്ല. അദ്ദേഹത്തിന്റെ പ്രൊസീഡിങ് ഒരു ഇറഗുലാരിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് മാത്രമേ ഉള്ളൂ. By virtue of section 210 subclause K of the Sanhita, if a magistrate not empowered by law to take cognizance of any offence, take cognizance of an offence upon information received from any person other than a police officer or upon his own knowledge, his proceeding shall be void. നമ്മൾ തൊട്ട് മുന്നേ 506ന്റെ അകത്ത് പറഞ്ഞു, ഗുഡ് ഫെയ്ത്തിൽ തനിക്ക് എംപവേർഡ് അല്ലാത്ത ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസിന്റെ പ്രൊസീഡിങ് ക്യാൻസൽ ചെയ്യത്തില്ല, ഇറഗുലാരിറ്റി ആയിട്ട് കണക്കാക്കത്തുള്ളൂ എന്ന്. പക്ഷെ 210ന്റെ അകത്ത് പറയുന്ന ഇതാണ്, ഇപ്പൊ ഒരു മജിസ്ട്രേറ്റ് ഒരു പേഴ്സൺ പ്രൊവൈഡ് ചെയ്ത ഇൻഫോർമേഷൻ്റെയോ നോളജിൻ്റെയോ ബേസിസിൽ തനിക്ക് എംപവേർഡ് അല്ലാത്ത ഒരു ഒഫൻസിൽ കോഗ്നൈസൻസ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊസീഡിങ്സ് വോയിഡ് ആയിട്ടേ കണക്കാക്കത്തുള്ളൂ, അത് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു മജിസ്ട്രേറ്റ് ഒരു പേഴ്സൺ തന്ന ഇൻഫോർമേഷൻ്റെയോ നോളജിൻ്റെയോ ബേസിസിൽ തനിക്ക് എംപവേർഡ് അല്ലാത്ത ഒരു ഒഫൻസിൽ കോഗ്നൈസൻസ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിലെ പ്രൊസീഡിങ്സ് വോയിഡ് ആയിട്ടേ കണക്കാക്കത്തുള്ളൂ എന്നാണ് സെക്ഷൻ 210 സബ്ക്ലോസ് കെ ഓഫ് ദ സംഹിതയ്ക്കകത്ത് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ നോക്കുന്ന ലിമിറ്റേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഫോർ ടേക്കിംഗ് കോഗ്നൈസൻസ് ഇൻ ഒഫൻസസ് ആണ്.
ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊഹനൈസൻസ് ആഫ്റ്റർ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ആണ്. സെക്ഷൻ 540 സബ്സെക്ഷൻ 2 ഓഫ് ദ സംഹിത പ്രകാരം ഒരു കോർട്ടിന് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു ഒഫൻസിൽ കൊഹനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നമുക്ക് നോക്കാം ഓരോ ഒഫൻസസിന്റെയും ടൈപ്പ് അനുസരിച്ച് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഒഫൻസ് പണിഷബിൾ വിത്ത് ഫൈൻ ആണെങ്കിൽ 6 months ആയിരിക്കും പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഫോർ ടേം നോട്ട് എക്സീഡിംഗ് 1 year ആണെങ്കിൽ 1 year ആയിരിക്കും പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം എക്സീഡിംഗ് 1 year but not exceeding 3 years. That means ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഫ്രം 1 year to 3 year ആണെങ്കിൽ 3 year ആയിരിക്കും പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഇനി നമുക്ക് നോക്കാം ഈ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എപ്പോഴാണ് കമൻസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആ ഡേറ്റ് തൊട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കമ്മീഷൻ ഓഫ് ഒഫൻസിനെ പറ്റി അഗ്രീവ്ഡ് പേഴ്സണോ പോലീസ് ഓഫീസറിനോ ഒരു നോളജും ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കമ്മീഷൻ ഓഫ് ഒഫൻസിനെ പറ്റി അഗ്രീവ്ഡ് പേഴ്സണ് അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന് നോളജ് കിട്ടുന്ന ആ ഡേറ്റ് തൊട്ടാണ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കമൻസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എന്നെ പറ്റി ഒരു ഡിഫാമേറ്ററി സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക March 1 തൊട്ട്. പക്ഷെ ഇത് വൈറലായി March 30 എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പം എനിക്ക് ഈ നോളജ് കിട്ടിയത് എന്നാണ്? March 30 അപ്പൊ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഇവിടെ തുടങ്ങുന്നത് March 30 തൊട്ടാണ്. March 1 തൊട്ടേ ഒഫൻസ് നടക്കുന്നുണ്ട്. ഡിഫാമേഷണറി സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് March 1 തൊട്ട്. പക്ഷെ എനിക്ക് ഈ കമ്മീഷൻ ഓഫ് ഒഫൻസിനെ പറ്റി നോളജ് കിട്ടിയത് March 30 ആണ്. അതുകൊണ്ട് തന്നെ March 30 തൊട്ടായിരിക്കും പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കമൻസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വ്യക്തി ആരാണ് എന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യം, അഗ്രീവ്ഡ് പേഴ്സണും അറിയത്തില്ല, ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസറിനും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ ഈ അഗ്രീവ്ഡ് പേഴ്സണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസറിനോ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആ ഒഫൻഡറിന്റെ ഐഡന്റിറ്റി അറിയുന്ന ആ ഫസ്റ്റ് ഡേ തൊട്ടായിരിക്കും പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കമൻസ് ചെയ്യുന്നത്. ചില സാഹചര്യത്തിൽ രണ്ടോ രണ്ടിലധികമോ ഒഫൻസുകൾ ഒന്നിച്ച് ട്രൈ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഫോർ ഒഫൻസസ് ദാറ്റ് മേ ബി ട്രൈഡ് ടുഗെദർ. ഇങ്ങനെയുള്ള കേസസിൽ നമ്മുടെ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ, കാരണം അവിടെ ഒന്നിൽ കൂടുതൽ ഒഫൻസുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത്? ഏറ്റവും കൂടുതൽ സിവിയർ പണിഷ്മെന്റ് ഉള്ള ഒഫൻസിന്റെ ബേസിസിലായിരിക്കും പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റെലിവെന്റ് ഡേറ്റ് വേണം. റെലിവെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് തൊട്ടാണ് ലീഗൽ പ്രൊസീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള റെലിവെന്റ് ഡേറ്റ് വേണം. അപ്പൊ ഈ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള റെലിവെന്റ് ഡേറ്റ് ഒന്നെങ്കിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും അണ്ടർ സെക്ഷൻ 223 ഓഫ് സംഹിത, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും റെലിവെന്റ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത് അണ്ടർ സെക്ഷൻ 173. ഇനി നമുക്ക് നോക്കാം ഒഫൻസസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മുടെ സെക്ഷൻ 208 ഓഫ് ദ സംഹിത പ്രകാരം ഇപ്പോൾ ഒരു ഒഫൻസ് ഇന്ത്യക്ക് പുറത്ത് കമ്മിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഒഫൻസ് ഇന്ത്യക്കകത്ത് ഇൻക്വയറി ചെയ്യണമെങ്കിലോ ട്രൈ ചെയ്യണമെങ്കിലോ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് സാങ്ഷൻ വേണം. സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ ഇന്ത്യക്ക് പുറത്ത് കമ്മിറ്റ് ചെയ്ത ഒരു ഒഫൻസ് ഇന്ത്യക്കകത്ത് ഇൻക്വയർ ചെയ്യാനോ ട്രൈ ചെയ്യാനോ സാധിക്കത്തില്ല. നെക്സ്റ്റ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ ഫോർ കണ്ടംപ്റ്റ് ഓഫ് ലോഫുൾ അതോറിറ്റി ഓഫ് പബ്ലിക് സർവൻസ്. സെക്ഷൻ 215 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എ പ്രകാരം ഇപ്പം 206 to 223 ഓഫ് BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം, ഭാരതീയ ന്യായ സംഹിതയിലെ 206 തൊട്ട് 223 വരെ പറയുന്നത് ഒഫൻസസ് ഇൻവോൾവിംഗ് പബ്ലിക് സർവന്റ് ആണ്. ഇങ്ങനെ ഒരു ഒഫൻസിൽ ഒരു കോർട്ടിന് കൊഗ്നൈസൻസ് ടേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നെങ്കിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള പബ്ലിക് സർവന്റ്. അഗ്രീവ്ഡ് പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കാണോ ഒഫൻസ്, ഏത് വ്യക്തിക്കെതിരെയാണോ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് ആ വ്യക്തിനെയാണ് അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അഗ്രീവ്ഡ് പബ്ലിക് സർവന്റ്, അല്ലെങ്കിൽ അഗ്രീവ്ഡ് പബ്ലിക് സർവന്റിന്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പബ്ലിക് സർവന്റ്, അല്ലെങ്കിൽ
നമ്മുടെ ഈ അഗ്രീവ്ഡ് പബ്ലിക് സെർവന്റ് ഓതറൈസ് ചെയ്യുന്ന മറ്റൊരു പബ്ലിക് സെർവന്റ് ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇങ്ങനെയുള്ള ഒരു ഒഫൻസിൽ ഫയൽ ചെയ്താൽ മാത്രമേ നമ്മുടെ കോർട്ടിന് സെക്ഷൻ 206 to 223 കീഴിൽ വരുന്ന ഒഫൻസിൽ കൊഹിനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 206 to 223 ഓഫ് BNS പ്രകാരം ഉള്ള ഒഫൻസുകളിൽ കോർട്ടിന് കൊഹിനൈസൻസ് എടുക്കണമെങ്കിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള പബ്ലിക് സെർവന്റിന്റെയോ അല്ലെങ്കിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള പബ്ലിക് സെർവന്റിന്റെ സുപ്പീരിയർ ആയിട്ടുള്ള പബ്ലിക് സെർവന്റിന്റെയോ അല്ലെങ്കിൽ അഗ്രീവ്ഡ് പബ്ലിക് സെർവന്റോ ഓതറൈസ് ചെയ്യുന്ന മറ്റൊരു പബ്ലിക് സെർവന്റിന്റെയോ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോർട്ടിന് കൊഹിനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രോസിക്യൂഷൻ ഫോർ ഒഫൻസ് അഗൈൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. അപ്പൊ സെക്ഷൻ 215 സബ്സെക്ഷൻ 1 ക്ലോസ് ടി സബ് ക്ലോസ് ഐ ഓഫ് ദ സംഹിത പ്രകാരം കുറച്ച് സെക്ഷൻസ് BNSലെ കുറച്ച് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. 229, 233, 236, 237, 242, 248, 207 ഇത്രയും സെക്ഷൻസ് പറയുന്നുണ്ട്. ഈ സെക്ഷൻസ് എല്ലാം ഒഫൻസ് റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ്. ഇതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക, ഈ സെക്ഷൻസുകളെല്ലാം. അപ്പോൾ ഒരു കോർട്ടിന്റെ പ്രൊസീഡിംഗ് നടക്കുന്ന സമയത്ത് ഈ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒഫൻസ് നടന്ന ആ കോർട്ടിന്റെ റിട്ടേൺ കംപ്ലൈന്റോ അല്ലെങ്കിൽ ഈ ഒഫൻസ് നടന്ന ആ കോർട്ടിന് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഹയർ കോർട്ടിന്റെ റിട്ടേൺ കംപ്ലൈന്റോ ഇല്ലാതെ കോർട്ടിന് ഇങ്ങനെയുള്ള കേസസിൽ കൊഹിനൈസൻസ് എടുക്കാൻ സാധിക്കില്ല. കൺഫ്യൂസ്ഡ് ആയല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് സെക്ഷൻസ് ഇല്ലേ BNSലെ, അപ്പൊ ഈ സെക്ഷൻസ് എല്ലാം ആദ്യമേ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പം ഒരു കോർട്ടിന്റെ പ്രൊസീഡിംഗ് നടക്കുന്ന സമയത്ത് ഈ മേൽപ്പറഞ്ഞ സെക്ഷൻസിലെ ഏതെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒഫൻസ് നടക്കുന്ന ആ കോർട്ടിന്റെയോ അല്ലെങ്കിൽ ഈ ഒഫൻസ് നടന്ന ആ കോർട്ടിന് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഹയർ കോർട്ടിന്റെയോ റിട്ടേൺ കംപ്ലൈന്റ് ഇങ്ങനെയുള്ള ഒഫൻസുകളിൽ ഇല്ലെങ്കിൽ കോർട്ടിന് ഒരിക്കലും ഇങ്ങനെയുള്ള ഒഫൻസിൽ കൊഹിനൈസൻസ് എടുക്കാൻ സാധിക്കില്ല എന്നാണ് 250 സബ് ക്ലോസ് 1 ക്ലോസ് ഡി സബ് ക്ലോസ് ഐ ഓഫ് സംഹിതയ്ക്കകത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ സെക്ഷൻ 250 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ബി സബ്സെക്ഷൻ 1 ക്ലോസ് ബി സബ് ക്ലോസ് 2 ഓഫ് സംഹിതയ്ക്കകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ BNSSന്റെ അകത്ത് കുറച്ച് പ്രൊവിഷൻസ് നോക്കി. ഇപ്പൊ ഇവിടെ 336, 340, 342, 342 സബ്സെക്ഷൻ 2 ഇത്രയും സെക്ഷൻസ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കണം. ഈ 250 നോക്കുമ്പോൾ ഇത്രയും സെക്ഷൻസ് മനസ്സിൽ വെച്ചിരിക്കണം. ഈ സെക്ഷൻസ് എല്ലാം ഫാൾസ് എവിഡൻസും അതുപോലെ തന്നെ ഒഫൻസ് അഗൈൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഒരു കോർട്ടിൽ ഒരു എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തോ ഈ മേൽ പറഞ്ഞ സെക്ഷൻസിലെ ഏതെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒഫൻസ് നടക്കുന്ന ആ കോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ആ കോർട്ട് ഓതറൈസ് ചെയ്യുന്ന ഒരു ഓഫീസറിൻ്റെയോ അല്ലെങ്കിൽ ആ കോർട്ടിന് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഹയർ കോർട്ടിൻ്റെയോ റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലാതെ കോർട്ടിന് ഇങ്ങനെയുള്ള ഒരു ഒഫൻസിൽ കൊഹിനൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാണ് 250 സബ്സെക്ഷൻ 1 ക്ലോസ് ബി സബ് ക്ലോസ് 2 ഓഫ് ദ സംഹിതയ്ക്കകത്ത് പറയുന്നത്. Prosecution for offences against the state. Section 217 subsection 1 of the Sanhita പ്രകാരം ചാപ്റ്റർ 7 അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 196 സെക്ഷൻ 299 ഓർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 353 ഓഫ് ഭാരതീയ ന്യായ സംഹിത 2023 അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ കൺസ്പിറൻസി ടു കമ്മിറ്റ് സച്ച് ഒഫൻസ് ഓർ സച്ച് അബേറ്റ്മെന്റ് as is described in section 47 of ഭാരതീയ ന്യായ സംഹിത 2023 ഇത്രയും സെക്ഷൻസിന്റെ കീഴിൽ പണീഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസിൽ
സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ കോർട്ടിന് കൊഗ്നീസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാണ് 217 സബ്സെക്ഷൻ 1 ഓഫ് ദ സംഹിത പറയുന്നത്. പിന്നെ 217 സബ്സെക്ഷൻ 2 ഓഫ് ദ സംഹിത പറയുന്നത് സെക്ഷൻ 197 ഓർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 353 ഓഫ് BNS or a criminal conspiracy to commit such offense. ഇത്രയും സെക്ഷൻസിന്റെ കീഴിൽ പണീഷബിൾ ആയിട്ടുള്ള ഒഫൻസിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ കൊഗ്നൈസൻസ് ഓഫ് ഒഫൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാണ് 217 സബ്സെക്ഷൻ 2ന്റെ അകത്ത് പറയുന്നത്. അപ്പൊ 217 എന്താണ് പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ചാപ്റ്റർ 7 സെക്ഷൻ 196 299 സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 353 അല്ലെങ്കിൽ ക്രിമിനൽ കൺസ്പിറൻസി ടു കമ്മിറ്റ് സച്ച് ഒഫൻസ് ഓർ എനി സച്ച് അബേറ്റ്മെന്റ് ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ 47. ഈ സെക്ഷൻസിന്റെ കീഴിൽ വന്ന് ഏതെങ്കിലും ഒരു പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൺസെന്റ് ഇല്ലാതെ കൊഗ്നൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാണ് 217 സെക്ഷൻ 1 പറയുന്നത്. സബ്സെക്ഷൻ 2 പറയുന്നത് നമ്മുടെ സെക്ഷൻ 197 അല്ലെങ്കിൽ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 353 അല്ലെങ്കിൽ ക്രിമിനൽ കൺസ്പിറൻസി ടു കമ്മിറ്റ് സച്ച് ഒഫൻസ് ഇങ്ങനെയുള്ള ഒരു ഒഫൻസ് വരികയാണെങ്കിൽ ഈ ഒരു ഒഫൻസിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെയോ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ കൊഗ്നൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല എന്നാണ് 217 സബ്സെക്ഷൻ 2ന്റെ അകത്ത് പറയുന്നത്. പ്രോസിക്യൂഷൻ ഫോർ ക്രിമിനൽ കൺസ്പിറൻസി ആണ് പറയുന്നത്. 217 സബ്സെക്ഷൻ 3 ഓഫ് സംഹിത പ്രകാരം നമ്മുടെ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 61 ഓഫ് BNSSന്റെ കീഴിൽ പണീഷബിൾ ആയിട്ടുള്ള ക്രിമിനൽ കൺസ്പിറൻസി എന്നുള്ള ഒഫൻസിന്റെ മുകളിൽ കൊഗ്നൈസൻസ് എടുക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ റിട്ടൺ കൺസെന്റ് ടു ഇനിഷ്യേറ്റ് പ്രൊസീഡിങ് വേണം. പക്ഷെ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാ ക്രിമിനൽ കൺസ്പിറൻസിക്കകത്തും സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ റിട്ടൺ കൺസെന്റ് ടു ഇനിഷ്യേറ്റ് പ്രൊസീഡിങ് വേണ്ട. നമ്മുടെ എന്താണ് ക്രിമിനൽ കൺസ്പിറൻസി ടു കമ്മിറ്റ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത്, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, റിഗറസ് ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം ഓഫ് 2 years ഓർ അപ്വേർഡ്സ്. ഇതാണ് എക്സെപ്ഷൻസ് പറയുന്നത്. ഈ കേസിൽ ഒന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെയോ കൺസെന്റ് വേണ്ട. ഇപ്പൊ എന്താണ് സെക്ഷൻ 215 ഓഫ് സംഹിത അപ്ലൈ ചെയ്യുന്ന ക്രിമിനൽ കൺസ്പിറസി ആണെങ്കിലും ഇവിടെയും ഈ കൺസെന്റ് വേണ്ട. ഒരേ ഒരു സാഹചര്യമേ ഉള്ളൂ. സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 61 ഓഫ് BNS പ്രകാരം പണീഷബിൾ ആയിട്ടുള്ള ക്രിമിനൽ കൺസ്പിറൻസിക്ക് എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ റിട്ടൺ കൺസെന്റ് ടു ഇനിഷ്യേറ്റ് പ്രൊസീഡിംഗ് വേണം. ബാക്കിയുള്ള കേസസിൽ ഒന്നും എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റോ കൺസെന്റ് വേണ്ട പ്രൊസീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുവാൻ. പ്രോസിക്യൂഷൻ ഓഫ് ജഡ്ജസ് ആൻഡ് പബ്ലിക് സർവന്റ്. സെക്ഷൻ 218 സബ്സെക്ഷൻ 1 ഓഫ് ദ സംഹിത പ്രകാരം നമ്മുടെ ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ജോബിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ജഡ്ജ്, ഒരു മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവന്റ് തന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒഫൻസിൽ കോർട്ടിൽ കൊഗ്നൈസൻസ് എടുക്കണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രീവിയസ് സാങ്ഷൻ വേണം. ലോക്പാൽ അല്ലെങ്കിൽ ലോകായുക്ത ആക്ട് ഇങ്ങനെ ഗവൺമെന്റ് സാങ്ഷൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂള് അപ്ലൈ ചെയ്യത്തില്ല. അപ്പൊ 218 സബ്സെക്ഷൻ 1 ഓഫ് സംഹിത എന്താണ് പറയുന്നത്? നമ്മുടെ ജഡ്ജോ മജിസ്ട്രേറ്റോ പബ്ലിക് സർവന്റോ തന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ ആ കേസിൽ കൊഗ്നൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ലോക്പാൽ അല്ലെങ്കിൽ ലോകായുക്ത ആക്ട് എന്താണ് ഇങ്ങനെ ഗവൺമെന്റിന്റെ സാങ്ഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂള് അപ്ലൈ ചെയ്യത്തില്ല. പിന്നെ നമ്മുടെ എന്താണ് പബ്ലിക് സർവന്റ് സെക്ഷൻ 64, 65, 66, 68, 69, 70, 71, 74, 75,
76, 77, 78, 79, 143, 190 or 200 ഓഫ് BNSSന്റെ കീഴിൽ വരുന്ന ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒഫൻസിൽ കോർട്ടിന് കൊഹിനൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന്റെ പെർമിഷൻ ആവശ്യം ഇല്ല. By virtue of section 218 subsection 2 of the Sanhita Prakaram, a court shall not take cognizance of any offence alleged to have been committed by a member of the armed forces of the Union while acting in the discharge of his official duty except with the previous sanction of the central government. Section 218 subsection 2 of the Sanhita Prakaram, ആർമഡ് ഫോഴ്സസിലെ ഒരു മെമ്പർ തൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ ആ ഒഫൻസിൽ കൊഹിനൈസൻസ് ടേക്ക് ചെയ്യാൻ കോർട്ടിന് സാധിക്കത്തില്ല. Prosecution of offences against marriage by virtue of section 219 subsection 1 of Sanhita, a court shall not take cognizance of an offence against marriage, section 81 to 84 of the BNS 2023, except upon a complaint made by some person aggrieved by the offence. Section 219 subsection 1 of Sanhita Prakaram, section 81 to 84 ഓഫ് BNSന്റെ കീഴിൽ വരുന്ന ഒഫൻസിൽ അഗ്രീവ് ആയിട്ടുള്ള വ്യക്തി തന്നെ കംപ്ലൈന്റ് മെയ്ഡ് ചെയ്താൽ മാത്രമേ കോർട്ടിന് ആ ഒഫൻസിൽ കൊഹിനൈസൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. Thus, the magistrate can take cognizance of an offence of bigamy, elopement, etc. only upon a complaint made by some person aggrieved by the offence ആണ്. ഇപ്പം ഒരു ഒഫൻസ് ഓഫ് ബൈഗമി ആണെങ്കിലും എലോപ്മെന്റ് ആണെങ്കിലും മജിസ്ട്രേറ്റിന് ആ ഒഫൻസിൽ കൊഹിനൈസൻസ് ടേക്ക് ചെയ്യണമെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സൺ തന്നെ കംപ്ലൈന്റ് മെയ്ഡ് ചെയ്തിരിക്കണം. If the aggrieved person is a child or unsound mind or is having intellectual disability requiring higher support need or is from sickness or infirmity unable to make a complaint or is a woman who according to the local custom would not appear in public, some other person may with the leave of the court make a complaint on his or her behalf. ഇപ്പം നമ്മുടെ അഗ്രീവ്ഡ് ആയിട്ടുള്ള വ്യക്തി ഒരു ചൈൽഡോ അൺസൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സിക്നസ്സിൽ സഫർ ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഇൻഫേം ആയിട്ടുള്ള ഒരു വ്യക്തിയോ ആണ്, അല്ലെങ്കിൽ ഒരു വുമൺ പബ്ലിക്കിലൊന്നും അദ്ദേഹത്തിന്റെ കസ്റ്റം അനുസരിച്ച് പബ്ലിക്കിലൊന്നും അപ്പിയർ ചെയ്യാത്ത ഒരു വുമണോ ആണെങ്കിൽ നമ്മുടെ കോർട്ടിന്റെ പെർമിഷനോട് കൂടി ഈ അഗ്രീവ്ഡ് പേഴ്സന്റെ ബിഹാഫ് ആയിട്ട് മറ്റൊരു വ്യക്തിക്ക് കംപ്ലൈന്റ് മെയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താ പറയുന്നത് വെച്ചാല് 498ന്റെ കീഴില് BNS 498 സെക്ഷന്റെ കീഴിൽ ഒരു ഒഫൻസിന് എതിരായിട്ട് ഒരു ഹസ്ബൻഡിന് മാത്രമേ കംപ്ലൈന്റ് മെയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ അഗ്രീവ്ഡ് പേഴ്സൺ ആയിട്ട് കാണുന്നത് ഹസ്ബൻഡിനെ ആണ്. അപ്പൊ ഇവിടെ ഹസ്ബൻഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഹസ്ബൻഡിന്റെ ബിഹാഫിൽ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആ സമയത്ത് ആ വുമണിനെ ടേക്ക് കെയർ ചെയ്ത ഏത് വ്യക്തിയാണോ ആ വ്യക്തിക്ക് അഗ്രീവ്ഡ് പേഴ്സൺ ആയിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആർമഡ് ഫോഴ്സിലെ ഒരു മെമ്പറാണ്. കംപ്ലൈന്റ് മേക്ക് ചെയ്യാൻ വേണ്ടി ലീവ് കിട്ടിയില്ലെങ്കിൽ ഹസ്ബൻഡിന് മറ്റൊരു വ്യക്തിയെ ഹസ്ബൻഡിന്റെ ബിഹാഫായിട്ട് നിന്നുകൊണ്ട് കംപ്ലൈന്റ് മേക്ക് ചെയ്യാൻ വേണ്ടി ഓതറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയേ പറയുന്നുള്ളൂ. 498ന്റെ കീഴിൽ ഒരു ഒഫൻസ് നടന്നാൽ ആ ഒഫൻസിന് കംപ്ലൈന്റ് മെയ്ഡ് ചെയ്യാൻ റൈറ്റ് ഉള്ളത് നമ്മുടെ ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡാണ് അവിടെ അഗ്രീവ്ഡ് പേഴ്സൺ. ഹസ്ബൻഡ് ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഹസ്ബൻഡിന്റെ ബിഹാഫായിട്ട് ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തപ്പോൾ ആ വുമണിനെ ടേക്ക് കെയർ ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തിക്ക് കംപ്ലൈന്റ് മെയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ആർമഡ് ഫോഴ്സിലെ ഒരു മെമ്പറാണ് ഹസ്ബൻഡ്. ഹസ്ബൻഡിന് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഹസ്ബൻഡിന് മറ്റൊരു വ്യക്തിയെ ഓതറൈസ് ചെയ്യാം ഹസ്ബൻഡിന്റെ ബിഹാഫായിട്ട് കംപ്ലൈന്റ് മെയ്ഡ് ചെയ്യാൻ വേണ്ടി. ഇത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരു വ്യക്തി നമ്മുടെ സെക്ഷൻ 82 സബ്സെക്ഷൻ 1 സെക്ഷൻ 82 സബ്സെക്ഷൻ 2ന്റെ
അണ്ടറിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത പ്രകാരം ഒരു പേഴ്സണ് ഒരു ഹാം ഉണ്ടായി. ആ ഹാം ഉണ്ടായ വ്യക്തി ഒരു വൈഫാണെങ്കിൽ വൈഫിന്റെ ബിഹാഫായിട്ട് ആർക്കൊക്കെ കംപ്ലൈന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഫാദറിന് പറ്റും, മദറിന് പറ്റും, ബ്രദറിന് പറ്റും, സിസ്റ്ററിന് പറ്റും, സണ്ണിന് പറ്റും, ഡോക്ടറിന് പറ്റും. അതുപോലെ തന്നെ ആ വൈഫിന്റെ ആ അഗ്രീവ്ഡ് പേഴ്സന്റെ എല്ലാ ഇൻലോസിനും പറ്റും. ദാറ്റ് മീൻസ് ഹസ്ബൻഡ് പേരൻസ്, ഹസ്ബൻഡിന്റെ സിബിളിങ്സിന് പറ്റും. പിന്നെ കോർട്ടിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ബ്ലഡ് മാരേജ് അല്ലെങ്കിൽ അഡോപ്ഷൻ വഴി ഈ വൈഫിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വൈഫിന്റെ ബിഹാഫ് ആയിട്ട് നിന്നുകൊണ്ട് കംപ്ലൈന്റ് മേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. By section 210 subsection 6 of Sanhita, no court shall take cognizance of an offence under section 64 of the BNS 2023 when such offence consists of sexual intercourse by a man with his own wife, the wife being under 18 years of age, if more than 1 year has elapsed from the date of commission of the offence. സെക്ഷൻ 210 സബ്സെക്ഷൻ 6 ഓഫ് സംഹിത പ്രകാരം സെക്ഷൻ 64 ഓഫ് BNSSന്റെ കീഴിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു. ആ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻ തന്റെ വൈഫുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നു. വൈഫിന് 18 വയസ്സിന് താഴെയാണ് ഏജ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഒരു മാൻ വൈഫുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നു, വൈഫിന് 18 വയസ്സിൽ താഴെയാണ്. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ഒഫൻസ് അണ്ടർ സെക്ഷൻ 64 ഓഫ് BNS ആണെങ്കിൽ കോർട്ടിന് കൊഹിനേസൻസ് എടുക്കാൻ സാധിക്കത്തില്ലെന്നാണ് സെക്ഷൻ 210 സബ്സെക്ഷൻ 6ന്റെ അകത്ത് പറയുന്നത്. Prosecution of offence under section 85 of BNS 2023. സെക്ഷൻ 85ന്റെ അകത്ത് BNS ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 85 പറയുന്നത് നമ്മുടെ വുമൺ ആണെങ്കിൽ ഹസ്ബൻഡ് മൂലം അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ റിലേറ്റീവ് മൂലം ക്രൂവൽറ്റി അണ്ടർഗോ ചെയ്താൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ റിലേറ്റീവിന് 3 year വരെ ഇംപ്രസ്മെന്റും അതുപോലെ തന്നെ ഫൈനിനും ലയബിൾ ആണ്. അതാണ് നമ്മുടെ സെക്ഷൻ 85 ഓഫ് BNS പറയുന്നത്. സെക്ഷൻ 220 ഓഫ് ദ സംഹിത പറയുന്നത് എന്താന്ന് വെച്ചാൽ സെക്ഷൻ 85ന്റെ കീഴിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒഫൻസിനെ പറ്റി ഒരു പോലീസ് റിപ്പോർട്ട് ഇല്ലാതെ, അതുപോലെ തന്നെ ഈ ഒഫൻസിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു കംപ്ലൈന്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബിഹാഫായിട്ട് ഉള്ള ഒരു വ്യക്തി തരുന്ന കംപ്ലൈന്റ് ഇല്ലാതെ കോർട്ടിന് ഇങ്ങനെയുള്ള ഒരു ഒഫൻസിൽ കൊഹിനേസൻസ് എടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഈ അഗ്രീവ്ഡ് പേഴ്സന്റെ ബിഹാഫായിട്ട് ആർക്കൊക്കെ കംപ്ലൈന്റ് ചെയ്യാന്ന് വെച്ചാൽ ഫാദറിന് പറ്റും, മദറിന് പറ്റും, ബ്രദറിന് പറ്റും, സിസ്റ്ററിന് പറ്റും, അതുപോലെ തന്നെ അങ്കിളിന് പറ്റും, ആന്റിന് പറ്റും, ഫാദറിന്റെ സൈഡിൽ നിന്നോ മദറിന്റെ സൈഡിൽ നിന്നോ. അതുപോലെ തന്നെ കോർട്ടിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഈ അഗ്രീവ്ഡ് പേഴ്സന്റെ ഏതെങ്കിലും ഒരു റിലേറ്റീവ് ബൈ ബ്ലഡ് മാരേജ് ഓർ അഡോപ്ഷനും കംപ്ലൈന്റ് ഈ അഗ്രീവ്ഡ് പേഴ്സന്റെ ബിഹാഫായിട്ട് മേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ സെക്ഷൻ 220 പറയുന്നത് എന്താന്ന് വെച്ചാൽ സെക്ഷൻ 85ന്റെ കീഴിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആ ഒരു ഒഫൻസിന് കൊഹിനൈസൻസ് കോർട്ടിന് എടുക്കണമെങ്കിൽ എന്താണ്? ഒരു പോലീസ് റിപ്പോർട്ടും വേണം, അതുപോലെ തന്നെ അഗ്രീവ്ഡ് പേഴ്സൺ ഫയൽ ചെയ്യുന്ന ഒരു കംപ്ലൈന്റും വേണം, അല്ലെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സന്റെ ബിഹാഫായിട്ട് മറ്റൊരു വ്യക്തി ഫയൽ ചെയ്യുന്ന കംപ്ലൈന്റും വേണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സെക്ഷൻ 221 ഓഫ് ദ സംഹിതയാണ് പറയുന്നത്. ഇപ്പം സെക്ഷൻ 67 ഓഫ് BNSന്റെ കീഴിൽ ഒരു ഒഫൻസ് നടന്നു. ആ ഒരു ഒഫൻസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ മാരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈഫ് ഹസ്ബൻഡിന്റെ എതിരെ ഈ സെക്ഷൻ 67 ഓഫ് BNS പ്രകാരം കൊടുത്തിരിക്കുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോ, ആ കംപ്ലൈന്റിന്റെ ഫാക്ട് പ്രൈമ ഫേസി സാറ്റിസ്ഫൈഡ് കോർട്ട് ആവാതെ ആ കേസിൽ കൊഹിനേസൻസ് എടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 67ന്റെ കീഴിൽ ഒരു ഒഫൻസ് നടന്നു. ആ ഒഫൻസിൽ ഇൻവോൾവ് ആയ ആൾക്കാർ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വൈഫ് ഹസ്ബൻഡിനെതിരെ ആയിട്ടുള്ള കംപ്ലൈന്റ് കോർട്ട് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ എന്താണ്
കോർട്ടിന് ആ കേസിൽ അല്ലെങ്കിൽ ആ ഒരു ഒഫൻസിൽ കൊഹിനേസൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സെക്ഷൻ 221 ഓഫ് ദ സംഹിത പറയുന്നത്. പ്രോസിക്യൂഷൻ ഫോർ ഡിഫാമേഷൻ ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 222 ഓഫ് ദ സംഹിത, court shall not take cognizance of the offence of defamation under section 358 of Bharatiya Nyaya Sanhita except upon a complaint made by some person aggrieved by the offence ആണ്. അപ്പം സെക്ഷൻ 358 കീഴിൽ ഒഫൻസ് ഓഫ് ഡീഫാമേഷന്റെ മുകളിൽ ഒരു കൊഹിനേസൻസ് കോർട്ടിന് എടുക്കണമെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സന്റെ കംപ്ലൈന്റ് വേണം എന്നാണ് സെക്ഷൻ 222 പറയുന്നത്. If the complaint in writing is made by the public prosecutor and court of section may directly take cognizance of an offence of defamation of any of the high dignitaries like the President of India, etc., employed in connection with the affairs of the Union of State in respect of the conduct in discharge of his public function, the complaint is to be filed within 6 months from the date on which the offence is alleged to have been committed. നമ്മൾ തൊട്ട് മുന്നേ നോക്കിയായിരുന്നു ഈ ഡിഫാമേഷന്റെ കേസ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കോഹിനേസൻസ് എടുക്കാൻ നമ്മുടെ ഇങ്ങനെ ഉള്ള ഡിഫാമേഷൻ ഒഫൻസിൽ എന്താണ് കോർട്ടിന് കൊഹിനേസൻസ് എടുക്കണമെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സന്റെ കംപ്ലൈന്റ് വേണം. അതുപോലെ തന്നെ കോർട്ട് ഓഫ് സെക്ഷന് ഇങ്ങനെയുള്ള ഡിഫാമേഷൻ കേസസിൽ കംപ്ലൈന്റ് എടുക്കണമെങ്കിൽ എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ട് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു റിട്ടൺ കംപ്ലൈന്റ് കൊടുത്താൽ മാത്രമേ കോർട്ട് ഓഫ് സെക്ഷനിൽ ഇങ്ങനെയുള്ള ഒഫൻസുകളിൽ ഡയറക്റ്റ്ലി കൊഹിനേസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്താണ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് പറയുന്നില്ല. പ്രോസിക്യൂഷൻ ഫോർ ഡിഫാമേഷൻ. അപ്പം നമ്മുടെ കൊഹിനേസൻസ് ഓഫ് ഒഫൻസ് ഇവിടെ തീരുകയാണ്. ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കിയുള്ള സെക്ഷൻസും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.